എൻ്റെ പേര് ജോസഫ്. എൻ്റെ അളിയനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ അളിയൻ വഴി ഞാനിതെല്ലാം അറിയുന്നത്. സാറിന് ഇങ്ങനെ അപകടം ഉണ്ടായതും അളിയൻ ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചപ്പോൾ അളിയൻ നാട്ടിൽ വരികയും അതിന് ശേഷമാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളാകെ എല്ലാവരും വിഷമത്തിലായിരുന്നു. പ്രാർത്ഥിച്ച് ജോസഫിൻ്റെ ഇളയ പെങ്ങളെ ഭർത്താവാണ് ഞാൻ. നാട്ടിൽ ആലപ്പുഴ പൂങ്കാവിലാണ് എൻ്റെ വീട്. അവിടെ MIHS ഞാൻ പഠിച്ചത്. ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്നത് നാട്ടില് കയർ കമ്പനിയായിരുന്നു ജോലി. തൊഴിലാളി കയർ തൊഴിലാളി. പിന്നെ 2017 അളിയൻ എന്നെ അബുദാബിയിലേക്ക് കൊണ്ടുവന്നു. എവിടെ ജോലി ചെയ്യുന്നത്? ഇപ്പൊ ജോലി ഒരു സ്റ്റേഷനറി ഓഫീസിൽ ഓഫീസ് ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വെരി ഗുഡ്. എന്താ ചെയ്യേണ്ടത് അവിടെ? ഓഫീസ് എത്ര പേരുണ്ട് അവിടെ ഓഫീസ് ജോലി? ഓഫീസിൽ 12 പേരുണ്ട്. 12 പേരുണ്ട്. അവർക്ക് ഇടയ്ക്കൊക്കെ കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. വെരി ഗുഡ്. പിന്നെ പേപ്പർ എല്ലാം ഫാക്സ് ചെയ്യണം. ഇപ്പൊ ഫാക്സ് ഉണ്ടോ? എന്തോ ഒന്നുമില്ല. അവിടെ സ്റ്റേഷനറി ഐറ്റംസ് വരും, അത് ഡെലിവറി ചെയ്യണം. താഴെ ആ കസ്റ്റമർ വരുമ്പോ കൊണ്ടുപോയി. അവിടെ ഉള്ള ജോലിക്കാരെല്ലാം ഏത് രാജ്യക്കാരാ? ഒരാള് പാകിസ്ഥാൻ, നേപ്പാൾ, ബാക്കിയെല്ലാം. ഓഫീസ് ഓക്കെ ആണോ? ഓക്കെ. ആരും അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. എന്തോ പേര് പറഞ്ഞേ? ജോസഫ്. എല്ലാം ജോസഫുകാർ തന്നെയാണ്. ഓക്കെ. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? അല്ലെ, അച്ഛൻ മരിച്ചുപോയി. അമ്മയുണ്ട്. ഞങ്ങൾ 7 മക്കളിൽ 7ാമത്തെ ആളാണ് ഞാൻ. ഓ അത് ശരി. പിന്നെ എന്റെ നേരെ മൂത്തൊരു പെങ്ങള് കല്യാണം കഴിച്ചിട്ടില്ല, വയ്യാതിരിക്കുന്ന. അച്ഛന് എന്താ ജോലി? 2 പേര്. ഓ ശരി. മോനിവിടെ ഉണ്ട് അബുദാബിയില്. മോനെ കൊണ്ടുവന്നു. മോൻ എന്ത് പഠിച്ച? അവൻ +2 പാസ്സായി അങ്ങ് പോകുന്നു. വയ്യാതെ മനസ്സിലായി. അപ്പൊ മോനെ ഇവിടെ 3 വർഷമായോ? മോനെ അധികം ഇതില്ലാത്തോണ്ടേ സാലറി ഒക്കെ കുറവാണ്. ഒരു ജോലി പഠിച്ചല്ലോ. അങ്ങനെ 20 വയസ്സായുള്ളൂ. +2 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വെരി ഗുഡ്. എന്തോ പഠിക്കണം? ഇനി എന്തോ പഠിക്കണം? മേക്കപ്പിന്റെ ഇത് പഠിച്ചോണ്ടിരിക്കുന്നു. മേക്കപ്പ് എറണാകുളത്ത് പോകണോ? ഓ ശരി. 6 മാസത്തെ ഒരു കോഴ്സ്. അവിടെ താമസിക്കുകയാണോ? ഇല്ല, പോയി വരും. എങ്ങനെ ട്രെയിനിന് പോകും? ഓ അത് ശരി. ഇപ്പം മോളും അമ്മയും നാട്ടിലുണ്ട്. മോൻ ഇവിടെ വന്നു. വേറെ മോനുണ്ടോ? ഇല്ല, 2 പേര്. എന്നാ നാട്ടിൽ പോയ അവസാനം? എല്ലാ വർഷവും ഒത്തിച്ചാണ് പറയുന്നത്. ജോസഫ് ചെലവാക്കുന്നതിൽ ഒരു മടിയില്ലാത്ത ആളാ. ഞങ്ങള് സിലയിൽ പോയാലും ജോസഫ് കാപ്പി കുടിക്കുകയുള്ള പൈസ എല്ലാ ദിവസവും 5 തറാസ് ജോസഫ് ചെലവാക്കും. ശരി. ഇവിടെ ഡ്രൈവിംഗ് ഒക്കെ എടുത്തോ? ഇല്ല. എന്നാ എടുക്കാതെ? അറിയത്തില്ല, പേടിയാ. ഡ്രൈവ് ചെയ്യാൻ പേടിയാ. നിങ്ങൾ ആലപ്പുഴക്കാർക്ക് സൈക്കിൾ ഓടാൻ പോലും അറിയത്തില്ല. തൊമ്മി ഇൻഡോറി വന്ന സൈക്കിൾ പഠിച്ചത്. അല്ല ബോട്ടിങ് അറിയാം. വെള്ളത്തിൽ കിടക്കുന്നവർക്ക് പാട്ട് പാടുവോ? പാട്ടൊന്നും പാടത്തില്ല. ഇല്ല. കഥ പറയുമോ? അല്ല കഥ എല്ലാം ഓർമ്മയുണ്ടോ? ഓക്കെ. താങ്ക് യു. എന്നോട് സഹകരിച്ചത് ഒത്തിരി നന്ദി. ഈ വീഡിയോയിൽ ഞാൻ വീട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കാണാനൊക്കെ താങ്ക് യു. സോ മച്ച്.